ഇനി അമ്മ പറയുന്നത് മോള് ശ്രദ്ധിച്ചു കേൾക്കണം. അന്ന് നീയും ഗോകുലും മോളും കൂടി ഗുരുവായൂർക്ക് പോകാൻ ഇറങ്ങിയത് ഓർമ്മയുണ്ടോ? ഗുരുവായൂരോ? അതെ. അതിന് കുറച്ചു ദിവസം മുമ്പ് മോളും ഗോകുലും തമ്മിൽ പിണങ്ങിയത് ഓർമ്മയുണ്ടോ? കുറച്ചു ദിവസം നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം മിണ്ടാതിരുന്നു. ആ വഴക്കിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾ രണ്ടുപേരും എന്നോടോ ശിശിരയോടോ പറഞ്ഞിട്ടില്ല. ശിശിര? നിന്റെ നാത്തൂൻ ശിശിരയെ നിനക്ക് ഓർമ്മയില്ലേ? അന്ന് അവളും കൂടി വരാന്ന് പറഞ്ഞതാ. നിങ്ങളുടെ യാത്രയിൽ മറ്റാരും വേണ്ടെന്ന് പറഞ്ഞത് ഞാനാ. അല്ല, അവളെ നിനക്ക് ഓർക്കാൻ പറ്റുന്നില്ലേ? ഇല്ല. അപകടം ഉണ്ടായത് മോൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. ഗുരുവായൂരപ്പനെ തൊഴുത സന്തോഷത്തോടു കൂടി നിങ്ങൾ തിരിച്ചു വരുമ്പോഴാ അപകടം ഉണ്ടായത്. മോനെ, സമൃദ്ധ മോൾക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. സമൃദ്ധ? ആ, ഈശ്വര, സ്വന്തം പേര് കൂടി ഓർക്കാൻ പറ്റുന്നില്ലേ? മോനെ, നീ സമൃദ്ധ മോളുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കേ. കുറച്ചു നേരം നിങ്ങള് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുമ്പോ പഴയതൊക്കെ ഓർമ്മ വരും. ഒരു മിനിറ്റ്. ഹലോ. നിന്റെ ഈ കിടപ്പ് കണ്ടിട്ട് അവന് സഹിക്കാൻ പറ്റുന്നില്ല. നീ ബോധമില്ലാതെ കിടന്നപ്പോ ഇടയ്ക്ക് വന്ന് നിന്നെയും കുഞ്ഞിനെയും നോക്കും. എന്നിട്ട് വിഷമത്തോടെ അവിടെ പോയിരിക്കും. സമൃദ്ധ മോളെ, നീയും മോളും അവന് പ്രാണനാ. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അമ്മയും ശിശിരയും ഗോകുലും മോളും എല്ലാം നിന്റെ കൂടെയുണ്ട്. അമ്മയുടെ പേരെന്താ? അയ്യോ, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ് എന്റെ പേര് പോലും മറന്നുപോയോ? ശോഭനാമേ ശോഭനാമേ എന്ന് വിളിച്ച് ഈ അമ്മയുടെ പിന്നാലെ നടന്നതൊന്നും മോൾക്ക് ഓർമ്മയില്ലേ?